ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +2 അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റാണ് ഇന്ന്. ബാക്കി കണ്ടിന്യൂഷനാണ് ഇന്ന് എടുക്കുന്നത്. ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ 3 മെത്തേഡ് ഞാൻ എടുത്തിരുന്നു. ഇനി 4ാമത്തെ മെത്തേഡാണ് ഇന്ന്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവരി ഇയർ. എല്ലാ വർഷവും എവരി മന്ത് ഓരോ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. എവരി മന്ത് ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവരി മന്ത്. ഇത് ഈ 3 രീതിയിലാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഈ ഫിക്സഡ് എമൗണ്ട് ഓരോ മാസവും ഫിക്സഡ് എമൗണ്ട് 3 രീതിയിലാണ് വിഡ്രോ ചെയ്യുന്നത്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഓരോ മാസത്തിൻ്റെ ആദ്യം ഫസ്റ്റ് ഡേ, അതായത് 1-ാം തീയതി ഡേ ഓഫ് എവരി മന്ത്. ഇങ്ങനെ വരുമ്പോൾ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ ഫിക്സഡ് എമൗണ്ട് ഓരോ മാസം വരുമ്പോൾ അതിൻ്റെ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോന്നിൻ്റെ കേസിൽ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഡേ ആകുമ്പോൾ ആവറേജ് പീരീഡ് ഫസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ആവറേജ് പീരീഡ് നമ്മൾ കണക്കാക്കുന്നത് 6.5 ഡിവൈഡഡ് ബൈ 12 വരണ്ടേ. ഇവിടെ പീരീഡ് എടുക്കുമ്പോൾ ഡേറ്റ് എടുക്കുമ്പോൾ, അതായത് നമ്മൾ റേറ്റ് ഇൻറ്റു എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു അതിൻ്റെ ടേം എടുക്കുമല്ലോ അത്. അപ്പം ഇവിടെ 6.5 വരുന്നത് ഒരു വർഷത്തിൽ 12 മാസമാണ്. മാസത്തിൻ്റെ ആദ്യമാണ് ഇവിടെ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 12+1 ഡിവൈഡഡ് ബൈ 2 വരും. അങ്ങനെയാണ് ഇവിടെ 6.5 വരുന്നത്. കാൽക്കുലേഷൻ ഇങ്ങനെയാണ് കണക്കാകുന്നത്. ഇനി എക്സാമ്പിൾ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് എക്സാമ്പിൾ ഒരുമിച്ച് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്താണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പം 6.5 ബൈ 12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ മിഡിൽ ഓഫ് എവരി മന്ത്, എല്ലാ മാസത്തിൻ്റെ നടുക്ക്, അതായത് 15-ാം തീയതി. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് എവരി മന്ത്, എല്ലാ മാസത്തിൻ്റെ മിഡിൽ നടുക്ക് വെച്ച് മിഡിൽ ഓഫ് എവരി മന്ത്. ഓരോ മാസത്തിൻ്റെ ആദ്യം നടുക്ക് വെച്ച് വിഡ്രോ ചെയ്യുന്നു. അപ്പോഴും നമ്മൾ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് വരാം, അതുകൊണ്ട് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു 6/12 വരും ആവറേജ് പീരീഡ്. അതായത് 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ 6 കിട്ടുന്നത്. 6/12. ഇവിടെ സെക്കൻഡ് കേസിൽ ആവറേജ് പീരീഡ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റേറ്റും എമൗണ്ടും കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയാകും. ഇനി മൂന്നാമത്തെ കേസ് ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ദി ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഓൺ ലാസ്റ്റ് ഡേ, എല്ലാ മാസത്തിൻ്റെ അവസാനം വിഡ്രോ ചെയ്യുന്നു. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. അപ്പോൾ ഈ കേസിലും ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ 3 കേസിൽ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ. ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു 5.5 ബൈ 12 വരും ആവറേജ് പീരീഡ്. അത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 12 മാസമാണ്. മാസത്തിൻ്റെ അവസാനം ആയതുകൊണ്ട് ആ ഒരു മാസം കുറയ്ക്കുന്നു. 12 - 1 ഡിവൈഡഡ് ബൈ 2 വരും. അങ്ങനെ 11/2 അപ്പോൾ 5.5 വരും. ഈ രീതിയിൽ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ ഡിഫറൻറ്റ് എമൗണ്ട് വിഡ്രോൺ ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ അത് ഓരോ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ ഈ രീതിയിൽ വേണം കാൽക്കുലേറ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കും ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്, ജാനുവരി 1 അങ്ങനെ പറയും. അതല്ലെങ്കിൽ 15th ഓഫ് എവരി മന്ത് എന്ന് ചോദ്യത്തിൽ പറയും. അതും അല്ലെങ്കിൽ
എൻഡ് ഓഫ് എവരി മന്ത് എന്ന ചോദ്യത്തിൽ പറഞ്ഞിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്യാം. ലക്ഷ്മി ഒരു പാർട്ട്ണറാണ്. ലക്ഷ്മി എ പാർട്ട്ണർ വിഡ്രോ. ലക്ഷ്മി എ പാർട്ട്ണർ വിഡ്രോ റുപ്പീസ് 5,000 5,000 പെർ മന്ത് റെഗുലർലി. എല്ലാ മാസവും 5,000 വിഡ്രോ ചെയ്യുന്നു. പെർ മന്ത് റെഗുലർലി ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ്, എല്ലാ മാസത്തിൻ്റെ 1-ാം തീയതി, ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 12%. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനോ ഫസ്റ്റ് ഡേയാണ്. അപ്പോൾ ആവറേജ് പീരീഡ് എടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു എത്ര വിഡ്രോ ചെയ്യുന്ന 5,000 ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു റേറ്റ് 12/100 ഇൻറ്റു ആവറേജ് പീരീഡ് ഞാൻ പറഞ്ഞായിരുന്നു 6.5 ഡിവൈഡഡ് ബൈ 12. 12 കൊണ്ട് വെട്ടി, 2 കൊണ്ട് വെട്ടി. ഇനി 6.5 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 325 വരും. ക്ലിയറായോ? ഇനി അടുത്തത് രണ്ടാമത്തേത് മിഡിലിൽ ഓരോ മാസത്തിൻ്റെ നടുക്ക് വെച്ച് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കുമാർ വിഡ്രോ റുപ്പീസ് 2,000. 2,000 കുമാർ വിഡ്രോ ചെയ്യുന്നത്. അറ്റ് ദി 15th ഓഫ് ഈച്ച് മന്ത് ഓരോ മാസത്തിൻ്റെ 15-ാം തീയതി വിഡ്രോ ചെയ്യുന്നു. അപ്പം ഓരോ മാസത്തിൻ്റെ നടുക്ക് വെച്ച് വിഡ്രോ ചെയ്യുന്നു. അന്ന് ഇൻട്രസ്റ്റ് ഈസ് 12%. സപ്പോസ് ഇൻട്രസ്റ്റ് 12%. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 2,000 ഇൻറ്റു 12/100 ഇൻറ്റു 6/12. അതായത് മിഡിലിൽ വെച്ചായതുകൊണ്ട്. അപ്പോൾ ഇത് എത്ര വരും ഇവിടെ? 6/12 ഈസ് ഈക്വൽ ടു 120 വരും. 120. ഇനി മൂന്നാമത്തെ എക്സാമ്പിളോട് പറയാം. ഗീത മറ്റൊരു പാർട്ട്ണറാണ്. ഗീത വിഡ്രോ റുപ്പീസ് 6,000 റെഗുലർലി. 6,000 വിഡ്രോ ചെയ്യുന്നത്. എപ്പോഴാണെന്നറിയാം? ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. എല്ലാ മാസത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ വിഡ്രോ ചെയ്യുന്നു. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. ഇൻട്രസ്റ്റ് റേറ്റ് 12%. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 6,000 ഇൻറ്റു 12/100 ഇൻറ്റു 5.5. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് 12 കൂടെ വെട്ടി ഇത്. ഇനി 5.5 ഇൻറ്റു 6. 5.5 ഇൻറ്റു 6 330. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് പരീക്ഷയ്ക്ക് വരും കേട്ടോ, വരാൻ സാധ്യതയുള്ളതാണ്. നന്നായിട്ട് നോക്കി പഠിക്കുക, മനസ്സിലാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.